അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മമളാ യാ വാസിഅൽ കറമി. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി. അവരൊക്കെയും ഖമറാണ്, ശംസാണ് നബി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ, ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്. ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ നൂറുൽ ഹുദാ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഖബൂലിയത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ. നൂറുൽ ഹുദാ കുടുംബങ്ങളിൽപ്പെട്ട പലരും പല മക്ബറകളിൽ അന്തി ഉറങ്ങുകയാണ്. എല്ലാവരുടെ ഖബറിലേക്കും ഞങ്ങൾ നിർവഹിക്കുന്ന അമലുകളുടെ സവാബിനെ എത്തിക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട അനുഗ്രഹീതമായ ഉത്കൃഷ്ടമായ ധന്യമായ മഹനീയമായ പിറവി കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് റഹ്മാനെ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ, അവിടുത്തെ നസർ നൽകണേ അല്ലാ, അവിടുത്തെ നദർ നൽകണേ അല്ലാ. അല്ലാഹുവേ, പലരും പല വിഷയങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരെ വിഷമങ്ങളും ഞങ്ങൾ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവരെ വിഷമങ്ങൾക്കും പരിഹാരം ഈ സദസ്സ് കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും വരുന്നത്. സമാധാനം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹാന്മാരായ ബദരീങ്ങളെ കാവല്, മഹാനായ ഗൗസുൽ ആദമിന്റെ കാവല്, മഹാനായ പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കാവല്, മഹാനായ സിഎം വലിയുള്ളാന്റെ കാവല്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഖജാ തങ്ങളെ കാവല് നൽകണേ അല്ലാഹ്. സുൽത്താനുൽ ദാക്കിരീൻ അജ്മീർ ഫഖീർ മീറാനൗലി ഉപ്പാപ്പാന്റെ കാവല് കൊണ്ട് ഞങ്ങളെ സദസ്സിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, മദീനയിൽ കിടന്ന് അല്ലാഹുവേ ലോകമാസകലം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബായ തങ്ങള് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. ഉമ്മമാരെ, വമാ
അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ച് പറഞ്ഞയച്ചത് ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടാണ്. പടച്ച റബ്ബേ, ഹബീബിനെ കൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണിക്കണേ അല്ലാഹ്. മാനസിക, ശാരീരിക, പൈശാചിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, പലരുടെ മനസ്സിലും പല വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഒന്നും പറയേണ്ടതില്ലല്ലോ റബ്ബേ. ഞങ്ങളെ കൽബറിയുന്ന നാദാ, കൽബിലെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണേ അല്ലാ. കൽബിലെ വിഷമങ്ങൾ പരിഹരിച്ചു തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ, അമ്പിയാക്കന്മാർ അസ്ഹാബി കന്നുജൂം എന്ന് മുത്ത് റസൂലുള്ള പറഞ്ഞ അവിടുത്തെ സ്വഹാബത്ത്, മഹാന്മാരായ ഇമാമിങ്ങൾ, ഷാഫി ഇമാം, ഹനഫി ഇമാം, മാലിക് ഇമാം, ഹംബലി ഇമാം, ഗൗസുൽ ആദം തങ്ങള്, റിഫായി ശൈഖ് തങ്ങള്, ഖാജാ തങ്ങള്. അല്ലാഹുവേ, ഈ ലോകത്തിന്റെ മുക്കിലും മൂലകളിലും അന്തിയിറങ്ങുന്ന നിന്നെ അനുസരിച്ച അല്ലാഹുവേ മഹാന്മാരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാ. അവരെ ദറജ നീ ഉയർത്തണേ അല്ലാ. അവരെ ബറക്കത്ത് ഞങ്ങളെ സദസ്സിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ഇന്നത്തെ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ പാണക്കാട് സാദാത്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ട്. ഇപ്പോ ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ അനുജൻ, അവരുടെ മോനും അവരുടെ ഫാമിലിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇന്നത്തെ സദസ്സിൽ അവരും ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പാണക്കാട് സാദാത്യങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന സാദാത്യങ്ങളാണ് അല്ലേ. അതുപോലെ അവിടുത്തെ മുല്ലക്കോയ തങ്ങളുടെ ഭാര്യ, ഫാമിലിയൊക്കെ നമ്മുടെ മജ്ലിസ് കാണുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സാദാത്യങ്ങൾ നമ്മുടെ മജ്ലിസ് കണ്ട് വലിയൊരു അനുഗ്രഹമാണ് അത് നമുക്ക് അല്ലെ. PMS തങ്ങൾ വടുതല അവിടുത്തെ ഖാളിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഉമ്മ. അങ്ങനെ ഒരുപാട് സാദാത്യങ്ങൾ, OMS കുടുംബത്തിൽപ്പെട്ട സാദാത്യങ്ങൾ ഒരുപാട് പേര് നമ്മുടെ സദസ്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സാദാത്യങ്ങളുടെ മദദും നസറും നളറും അല്ലാഹു നമ്മുടെ സദസ്സിൽ നൽകട്ടെ. നല്ല ഈമാനോടുകൂടെ, ഇഖ്ലാസോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കുക. വിമർശിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലേ. നമ്മൾ എന്തും ഖൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ്, എന്തും ഖൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ്. അള്ളാഹു ഖൈറിലാക്കട്ടെ. ഇപ്പൊ മൊബൈൽ ഫോണിൽ ലൈവ് ഇട്ട് ഇങ്ങനെ നോക്കുമ്പോ എന്തിനപ്പോ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു സംരംഭത്തിന്റെ ആവശ്യം എന്താ എന്ന് ചിന്തിക്കണ്ട. എന്തും നമുക്ക് ഖൈറിനും ഉപയോഗിക്കാം, ഷർറിനും ഉപയോഗിക്കാം. മൊബൈൽ ഫോണ് ഇതില് ഈ ലൈവ് മാത്രമല്ല, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ഈ സദസ്സ് മാത്രമല്ല, പല സിനിമകളും ഉണ്ട്, പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്, റീലുകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അസ്മാഉൽ ഹുസ്നന്റെ മജ്ലിസ് അല്ലേ. നാടോടുമ്പോ നടുവ ഓടണം, അത് നമ്മളിങ്ങനെ പഴഞ്ചൊല്ലായിട്ട് പറഞ്ഞാൽ പോരല്ലോ. അതെല്ലാ മേഖലകളിലും എന്ത് ചെയ്യണം, പ്രതിഫലിക്കണം. നമ്മളുടെ ഈ രംഗത്ത് അത് ഈ നിലക്കാണ് പ്രതിഫലിക്കുന്നത്. മൊബൈൽ ഫോണിൽ എല്ലാവരും സീരിയൽ കാണുമ്പോൾ, റിയാലിറ്റി ഷോകൾ കാണുമ്പോൾ നമ്മളതാ അതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നു. ഈമാനുള്ള ആളുകളുടെ ഈമാനിനെ നശിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ തിരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ പ്രവർത്തനം അള്ളാഹു കബൂലാക്കട്ടെ. ഒരുപാട് അനാഥ മക്കൾക്ക് നമ്മുടെ മജ്ലിസ് ശാന്തിയാണ്, ഒരുപാട് അനാഥകൾക്ക് നമ്മുടെ മജ്ലിസ് സമാധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ മജ്ലിസിന്റെ കീഴിൽ ചെയ്യാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ആരും കാണാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞതാ. നിയ്യത്ത് നല്ലതാണെങ്കിൽ എന്തും ചെയ്തോളാനാ പറയുന്നത്. നിയ്യത്ത് നല്ലതെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നിയ്യത്ത് നല്ലതാണെങ്കിൽ എന്തും ചെയ്തോ, അല്ല നിയ്യത്ത് മോശമാണ്, നാട്ടുകാര് കാണാനാണ് ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, മറ്റുള്ള അമലുകൾ ചെയ്യുന്നത്. എന്നാൽ നിന്റെ അമലുകളെ പടച്ച റബ്ബ് പുറങ്കാല് കൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും കേട്ടോ. അതിനെന്ത് വേണം? നല്ല നിയ്യത്ത് വേണം.
നല്ല നീയത്തോട് ഞാൻ ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്ന കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയും. ആ ഒരു ബോധം നമുക്ക് വേണം. അല്ലാ, ഞങ്ങളെ മനസ്സുകളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ശരീരങ്ങളെ നന്നാക്കണേ അല്ലാ. ലഅനത്താക്കപ്പെട്ട ശൈത്വാനിന്റെ സർവമാന ശർറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ശൈത്വാൻ ഒരു റൂട്ട് കാണിച്ചു തരുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞ് നല്ല റൂട്ടിലേക്ക് തിരികെ വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ഇൻഷാ അല്ലാ അമ്പിയാക്കന്മാര്, സ്വഹാബത്ത്, ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങളിലേക്ക് ഫാത്തിഹ ഓതുകയാണ്. 3 ഫാത്തിഹ, 3 ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ. നല്ല നിയത്തോടെ നിങ്ങൾ എല്ലാവരും ഓതുക. ഇലാ ഹളറത്തി റൂഹി നബിയിനാ വഹാദീനാ വമുൻജിനാ വമുർഷിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വശുഹദാഇ والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ, നീ ആദരിച്ച ബഹുമാനിച്ച മഹാന്മാർ, മഹദിമാർ, മഹത്തുക്കളായ ബദരീങ്ങൾ ഉൾപ്പെടെയുള്ള സകല മഹാന്മാരിലേക്കും എത്തിക്കണേ അല്ലാ. ഐദറൂസ് കബീലയിലുള്ള ഉപ്പാപ്പമാരിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ മദദ് നൽകണേ അല്ലാ. അബ്ദുറഹ്മാൻ അൽ ഐദറൂസി തങ്ങൾ, അബൂബക്കർ ബമ്പ് തങ്ങൾ, നെട്ടൂര് കടക്കുന്ന ഉപ്പാപ്പമാര്, അല്ലാഹുവേ, അലനല്ലൂർ മുണ്ടത്ത് പള്ളിയിൽ അന്തിയിറങ്ങുന്ന ഉപ്പാപ്പമാര്, അല്ലാ, മുള്ളത്തുംപാറയിൽ അന്തിയിറങ്ങുന്ന ചെറുകുഞ്ഞിക്കോയ തങ്ങള്, അല്ലാഹുവേ, പടച്ചറബേ, ചൂരിയോടിൽ അന്തിയിറങ്ങുന്ന മഹാനായ സീതിക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള സകല സാദാത്തുക്കളിലേക്കും എത്തിക്കണയല്ല, ഉപ്പാപ്പമാരിലേക്ക് എത്തിക്കണയല്ല. അല്ലാ, ഞങ്ങളെ ഉപ്പാപ്പമാരെ കുരുത്തവും പൊരുത്തവും ആശീർവാദവും അംഗീകാരവും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസ് കൊണ്ട് നിങ്ങൾ ആരും ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കണ്ട. റബ്ബനാ, ഞങ്ങളെ റബ്ബേ, അതിനാ, ഞങ്ങൾക്ക് നീ നൽകണം. ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലെ നന്മകൾ തരണം. വഫിൽ ആഖിറതി ഹസന, മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ ഹസനത്ത് മാത്രം പോരാ, ആഖിറത്തിലുള്ള ഗുണവും നമുക്ക് വേണം. കോടാനക്കോടി ജനങ്ങൾ തുണിയില്ലാതെ നിൽക്കുന്നൊരു രംഗമുണ്ട്. അതിലൊരാൾ ഞാനാണെന്ന ബോധം വേണം. സിറാത്ത് പാലത്തിലൂടെ കടക്കണമെന്ന ചിന്ത വേണം. മീസാനിന്റെ ഓരത്ത് ചെന്ന് നിൽക്കണമെന്നുള്ള ബോധം വേണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ചെന്ന് നിൽക്കണമെന്നുള്ള ബോധം വേണം. ഞങ്ങൾ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ, നരകത്തിന്റെ വിറക് കൊള്ളികളാക്കല്ലേ അല്ലാ. വലഖദ് ദറഅനാ
നാരി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നരകത്തിന് വേണ്ടി ഒരുപാട് ആളുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരുപാട് ജിന്നുകളെ, ഒരുപാട് മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പടച്ചറബ്ബ പറയുന്നത്, എന്തുകൊണ്ടാണ് മോളെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം ഉപയോഗിച്ച് കാര്യങ്ങളെ അവര് ഗ്രഹിച്ചെടുക്കൂല, കാര്യങ്ങളെ ശരിയാം വണ്ണം അവര് മനസ്സിലാക്കൂല. വലഹും അഅ്യുനുൻ, അവർക്ക് രണ്ട് ഉണ്ട കണ്ണുകളുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, കാര്യങ്ങളെ കണ്ടറിയേണ്ടതുപോലെ കണ്ടറിയൂല. വലഹും ആദാനുൻ, അവർക്ക് രണ്ട് ചെവികളുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, ലാ യസ്മഊന ബിഹാ, കാര്യങ്ങളെ ശരിയാം വണ്ണം കേട്ട് മനസ്സിലാക്കൂല, കാര്യങ്ങളെ ശരിയാം വണ്ണം കേട്ട് മനസ്സിലാക്കുകയില്ല. അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയാണ്, ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. രണ്ട് കാലിലൂടെ നടക്കുന്ന മനുഷ്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയാ. തോന്നിവാസത്തിലൂടെ ജീവിച്ച മനുഷ്യനെ കുറിച്ചാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. തോന്നിവാസങ്ങൾ കണ്ട് കേട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകളെ കുറിച്ചാ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഉലൈക കൽ അൻആം, നാൽക്കാലികളെ പോലെയാണ്. പോരാ, ബൽഹും അളല്ല്, അതിനേക്കാൾ പിഴച്ച ആളുകളാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ശരിയായ അശ്രദ്ധവാന്മാരെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ മുഅ്മിനീങ്ങളെ വേറെ ഒരാളിലേക്കും ചൂണ്ടണ്ട, വേറെ ഒരാളിലേക്കും ഇശാറത്താക്കണ്ട. ആ പറയുന്നത് എന്നെ കുറിച്ചാണ്, ഞാനാണ് അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം. ആഖിർ സമാനിലാണ് കാണുന്നത് ഹറാം, കേൾക്കുന്നത് ഹറാം, ചിന്തകളിൽ മുഴുവനും ഹറാം. ഹറാം കാണാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, ഹറാം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഹറാം കാണണം, ഹറാം കേൾക്കണം, ഹറാമിലൂടെ നമുക്ക് സഞ്ചരിക്കണം. അതിനതാ ദീനീ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ദീനീ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ ദീനിനെ അവൻ ചോദ്യം ചെയ്യുകയാണ്. അവൻ അടിച്ചു പൊളിക്കണം, അവന് കള്ളു കുടിക്കണം, അവന് പെണ്ണ് പിടിക്കണം, അങ്ങനെ തുടങ്ങിയ അനാവശ്യമായ കാര്യങ്ങളിൽ അവർക്ക് ഏർപ്പെടണം. അതിന് ദീനിന്റെ സുന്ദരമായ വിധിവിലക്കുകളെ പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് തട്ടിത്തെറിപ്പിക്കുന്ന ദാരുണമായ സാഹചര്യങ്ങൾ കണ്ടുവരികയാണ് മുസ്ലിം ഉമ്മത്ത്. അധപ്പതനത്തിന്റെ ആഴക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനെ, രക്ഷപ്പെടണോ? രക്ഷപ്പെടണോ? എന്താണ് വഴി? ഇലൽ ഹബീബ്, ഹബീബിലേക്ക് പോകലാണ്, ഹബീബിലേക്ക് യാത്ര ചെയ്യലാണ്. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ. ഇന്ന് ലൈവ് നടത്താൻ വേറെ ആളും കൂടെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് പെങ്ങളെ കുട്ടിയാണ് സയ്യിദത്ത് റുവ ഫാത്തിമ അൽ ബുഖാരി. ഇൻഷാ അല്ലാഹ് ഇനി പാണക്കാട് എൻ്റെ പെങ്ങളെ കുട്ടികളും വന്നിട്ടുണ്ട്. അളിയനാണ് ഞങ്ങളെ പെങ്ങളെ കെട്ടിച്ചേക്കുന്നത്, പാണക്കാട്ടേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ, അല്ലാഹു നമുക്കൊക്കെ ഖൈർ നൽകട്ടെ. പെങ്ങളെ കുട്ടിയാണോ? അതെ, പെങ്ങളെ കുട്ടിയാണ്. ഇന്ന് ലൈവ് ഇവരാ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മള് നല്ല നീയത്തോടെ തഖ്വയോടെ കഴിയുന്നത് വരെ പങ്കെടുക്കണം. ഇന്ന് മാമ നടത്തണ്ടെന്നപ്പോ പറയുന്നത്, ഞാൻ നടത്തിക്കോളാന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ മക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പടച്ച റബ്ബ് നൽകട്ടെ. അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള എല്ലാ വഴികളും അല്ലാഹ് എളുപ്പമാക്കട്ടെ. അല്ലേ? നമ്മുടെ മക്കളൊക്കെ നല്ല നിലക്ക് വളർത്തണം. അല്ലിമു ഔലാദക്കും അലാ സലാസി ഖിസാൽ, 3 കാര്യങ്ങളുടെ മേൽ നമ്മുടെ മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ പ്രായം മുതൽക്കേ 3 കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന് ഏതാണ്? ഹബ്ബു നബിയിക്കും, ഒന്ന് ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്. മുത്തുനബിയെ പഠിച്ചുകൊണ്ടൊരു മകൻ വളർന്നാൽ, ഒരു മകൾ വളർന്നാൽ, അവള് പിന്നെ പിഴച്ചു പോകൂല, അവള് മോശപ്പെട്ട രൂപത്തിൽ സഞ്ചരിക്കൂല, പിന്നെ അവര് അള്ളാന്റെ പൊരുത്തത്തിലേ ജീവിക്കുള്ളൂ. അതുപോലെ തന്നെ വഹുബ്ബി അഹ്ലി ബൈത്തിഹി, ഹബീബായ റസൂലുള്ളാഹിന്റെ പേരമക്കളെ സ്നേഹിക്കണം.
റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളെ സ്നേഹിക്കണം. മൂന്നാമതായി പറയുന്നു വഖിറാഅത്തുൽ ഖുർആൻ. പറയുന്നത് ഞാനല്ലട്ടോ, ഈ പറയുന്നത് എൻ്റെ വക, ഞാൻ പറയുന്നതല്ല. സയ്യിദുൽ വജൂദ് മഖാമുൽ മഹ്മൂദ് അശ്ശഫാഅത്തുൽ ഉളുമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേരേക്കും എല്ലാവരും സ്വലാത്ത് അല്ലാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നു മൂന്നാമത് വഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു മകനോ മകളോ വളർന്നാല് പിന്നെ അതെന്ത് ചെയ്യൂല, മോശത്തരത്തിലേക്ക് പോകൂല, പിന്നെ തെറ്റ് ചെയ്യൂല, പിന്നെ അള്ളാഹ് പൊരുത്തപ്പെടാത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കൂല, പിന്നെന്ത് ചെയ്യൂല, വാപ്പാനെ തെറി പറയൂല, ഉമ്മാനെ വേദനിപ്പിക്കൂല. അല്ലാഹുവേ പടച്ചറബേ ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ലൈവ് ഒന്നും നടക്കൂല. ഇങ്ങനെയാണെങ്കിൽ ലൈവ് നടക്കൂല. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ എൻ്റെ മൂത്താപ്പയൊക്കെ സദസ്സിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. താത്താരിപ്പന്നെ ഓടിക്കും. ഒരുപാട് ഉമ്മമാര് നമ്മളിപ്പോ ഓടിക്കും. എന്താ ലൈവ് നടത്താത്തെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോവാണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂലാക്കട്ടെ. പാണക്കാട് എൻ്റെ പെങ്ങളെ കെട്ടിച്ചേക്കണതാണ്. മൂത്താപ്പാൻ്റെ മോളെ കെട്ടിച്ചത് പാണക്കാട് ഹുസൈനാറ്റക്കോയ തങ്ങളുടെ അനുജൻ്റെ മകനാണ് നമ്മളെ പെങ്ങളെ കെട്ടിയേക്കണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല നിയ്യത്തോടെ നല്ല തഖ്വയോടുകൂടെ. ഇത് നമ്മളെ പെങ്ങളെ പിന്നെ കുട്ടിയാണ്. വേറൊരാളും കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരും നിലയിലുണ്ട്. അതൊക്കെ നിങ്ങൾ മാഷാ അല്ലാഹ് നിങ്ങളെ കാണാനില്ല, ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ മജ്‌ലിസ് നമ്മൾ തുടങ്ങുകയാണ്. നല്ല തഖ്വയോടുകൂടെ തന്നെ നിങ്ങളെല്ലാവരും മജ്‌ലിസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുക്കും. നിങ്ങളുടെ പേരെന്താണ്? ഷസ ഫാത്തിമ. ഷസ സയ്യിദത്ത് ഷസ ഫാത്തിമ ഷിഹാബ് കബീലയാണ്. നിങ്ങളെ പേരെന്താ? എന്താണ് ഇതിൽ പറഞ്ഞാൽ? എന്താണ്? എന്ത് ഷസിലി? ഐഷ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എല്ലാ മക്കൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മൾ വളരെ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ വളർത്തുന്ന നമ്മളെ മക്കളാണ്. അള്ളാഹു നല്ല റാഹത്തിലായി അവരെ വളർത്താനുള്ള വഴികൾ അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരട്ടെ. അൽഹംദുലില്ലാ. മക്കളെ കൊണ്ട് നമുക്കൊക്കെ ഇസ്സത്ത് അള്ളാഹു നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നൽകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ഇനി മഹാന്മാരായ ബദരീങ്ങളുടെ തവസ്സുൽ ബൈത്ത് എല്ലാണ് നമ്മൾ ചൊല്ലൂലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാണ് ഞങ്ങളെല്ലാവരും കൂടെ. ബിസ്മില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സതായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു
വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമേ കാക്കണം യാ റബ്ബനാ ദണ്ണം വബാവാ സൂരിയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുഹമ്മദു റസൂലുള്ളാഹ് സ്വീകരിക്കണേ റഹ്മാനെ ബദരീങ്ങളെ കാവൽ നൽകണേ അല്ലാഹ് ബദരീങ്ങളെ മദദ് നൽകണേ അല്ലാഹ് ബദരീങ്ങളെ നസ്ർ കൊണ്ട് നവർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഗൗസുല്ലാദ് ഞങ്ങളെ വിളിക്കുകയാണ് വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബായ് കൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ ആര് എന്നെ എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യുന്ന പറഞ്ഞത് മുഅ്മിനീങ്ങളെ നല്ല നീയത്തോടെ എല്ലാവരും എൻ്റെ കൂടെ അവിടുത്തെ മാല ചൊല്ലണം അല്ലാ തീരു പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാ വർക്കീളെ ആണോവർ بالقطب رباني والغوث صمداني نجينا من كل آفات يا الله കളവ് പറയല്ല എന്നും ചൊന്നാരേ കള്ളൻ്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽപകമെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി والغوث صمداني نجينا من كل آفات يا الله മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹയ്യദ്ദീൻ കാവലിലെ ഗല്ലാ കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹയ്യദ്ദീൻ കാവലിലെ ഗല്ലാ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാ പേടി പേരുത്ത കാബറാകം പോകും നാൾ പേർ പറ്റ മുഹയ്യദ്ദീൻ കാവലിലെ ഗല്ലാ അരിപ്പത്തിൽ ഇട്ടേ സിറാത്ത് കടക്കും നാൾ അരിമാ മുഹയ്യദ്ദീൻ കാവലിലെ ഗല്ലാ ഖോജാ ശഫാഅത്തിൽ മുഹയ്യദ്ദീൻ തൻ കൂടെ കൂട്ട് സുബർഗത്തിൽ അലം മുടയോനെ ഖോജാ വേദാംബരെ മംഗലം കാണുവാൻ മംഗല വേലകൾ കാണുവാനേ അല്ലാ എന്നെയും എന്നോട്
നമ്മുടെ ഉമ്മായും ബാബയും അറിവൈ പഠിപ്പിച്ച് ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ. പിശയേറെ ചെയ്ത് നടന്നോ രാടിയാൻ്റെ പിശയും പോറുത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ല. എല്ലാ പിശയും പോറുക്കുന്ന നായനേറ്റം പോറുത്ത് കൃപ ചെയ്യ് യാ അല്ലാ. നല്ല സ്വലവാത്തും നല്ല സലാമയും എങ്കൾ ഹബീബോരിൽ ഏക് പെരിയോനെ. നല്ല സ്വലവാത്തും നല്ല സലാമയും എങ്കൾ ഹബീബോരിൽ ഏക് പെരിയോനെ. നല്ല സ്വലവാത്തും നല്ല സലാമയും എങ്കൾ ഹബീബോരിൽ ഏക് പെരിയോനെ. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. ഗൗസുൽ മദദ് കൊണ്ട് നസ്ർ കൊണ്ട് നദർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നല്ല നിയ്യത്തില് ഈ ചെയ്യുന്ന അമലുകൾ നാളെ ഖബറിൽ കൂരാകൂരിരുട്ടിൽ തണലായി ലഭിക്കണമെന്ന് നിയ്യത്ത് വെച്ചോ. പരിശുദ്ധമായ ഖുർആനിന് നമ്മളോടൊരു ചോദ്യമുണ്ട്. യാ അയ്യുഹല്ലദീന ഈമാനുള്ള ജനങ്ങളെ, തഖ്വ വേണം കേട്ടോ, അല്ലാഹനെ സൂക്ഷിക്കണം. വൽ തൻളുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടിയിട്ട്, നാളെ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഒരു ജാണുമേലെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഓരോ ശരീരവും നോക്കിക്കൊള്ളട്ടെ എന്ന് ഖുർആൻ പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടോ? ഈമാനുണ്ട്. അതെല്ലാം നെവർ മൈൻഡ് ചെയ്യുകയാണോ? മുഅ്മിനീങ്ങളെ, ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് പുറത്തേക്ക് വിടുകയാണോ? മുഅ്മിനീങ്ങളെ, ഈമാൻ ലെവലേശം നമ്മുടെ കൽബിലില്ല. ഈ സദസ്സ് നമ്മളെ ഖബറിൽ നമുക്ക് തുണയായി കിട്ടണം. അല്ലാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുണ്ട് റബ്ബേ, ഖബറിലുണ്ട് അല്ലാ, ഖബറിലുണ്ട് അല്ലാ. അല്ലാഹുവേ, 6 അടി മണ്ണിന്റെ അടിത്തട്ടിൽ അന്തി ഉറങ്ങുകയാണല്ലാ. ഞങ്ങൾക്ക് മുത്തം തന്ന മുഖങ്ങളാണല്ലാ. പലരെയും കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് നീ വിളിച്ചതാണല്ലാ. അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഈമാനോടുകൂടെ മുഅ്മിനീങ്ങളെ, മഹാനായ ഖാജ തങ്ങളുടെ മുഅ്മിനീങ്ങളെ തവസ്സുൽ വെച്ച് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അജ്മീർ ഖാജ അരുൾ തന്ത റോജ അരുമാൻ സിറാജ അശകൊത്ത രാജ. അജ്മീർ ഖാജ അരുൾ തന്ത റോജ അരുമാൻ സിറാജ അരുൾ തന്ത റോജ. നദ്ഉക നത്ലുബു മിൻക വസീല, നദ്ഉക നത്ലുബു മിൻക വസീല. ശൈഖ് റോജ ചിസ്തി രാജാ, ശൈഖ് റോജാ ചിസ്തി റോജാ. ചിസ്തിതൻ രാജാ, ചിസ്തിതൻ രാജാ. അജ്മീർ ഖാജ അരുൾ തന്ത റോജ അരുമാൻ സിറാജ അശകൊത്ത രോജ അരുമാൻ സിറാജ അശകൊത്ത രോജ. അവിടുത്തെ തവസ്സുൽ ബൈത്ത് എല്ലാം നല്ല നിയന്ത്രങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ബിതഹ്മീദിൻ വതശ്കീരിൻ വതംജീദിൻ വതക്ബീരിൻ വതൗഹീദിൻ വതക്സീരിൻ. ബദഅനാ മദ്ഹ അജ്മീരി മുശഹ്ഹ
مسهرة فضائله منورة فواضله موفرة دلائله ولي الهند أجميري وذا ملحول مجذوب بمقصود ومطلوب ومهدي لمرغوب ولي الهند أجميري صلاة لا سلام الله على طه رسول الله صلاة لا سلام الله على ياسين حبيب الله على ياسين حبيب الله كرامته عدت عدا عنايته غدت ندا هدايته سرت هندا ولي الهند أجميري ولي الهند أجميري صلاة لا سلام الله على طه رسول الله صلاة لا سلام الله على ياسين حبيب الله على ياسين حبيب الله. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, ഇനി ഞങ്ങളെ മജ്ലിസിന്റെ പിടുത്തം, ഞങ്ങളെ മജ്ലിസിന്റെ കാവല് മഹാനായ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പള്ളിപ്പടി, അള്ളാഹുവേ, എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം പൊന്നുരുന്തി മക്കാമിൽ അന്തിയിറങ്ങുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ പള്ളിപ്പടി, അവിടുത്തെ ഞങ്ങൾ വിളിക്കുകയാണ്. അല്ലാഹ്, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ആ തെറ്റുകൾ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഞങ്ങളെ മനസ്സിനെ പിടിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട്, അള്ളാഹുവേ, ഞങ്ങളെ ശരീരത്തിനെ ഒതുക്കി നിർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് കൊണ്ട്, അള്ളാഹുവേ, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളിലും ഇതിന്റെ ചമൽക്കാരങ്ങളിലും കണ്ണ് മഞ്ഞളിച്ചു പോയി ജീവിതത്തിൽ വന്നുപോയതാണ് റഹ്മാനെ. മാപ്പ് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. ഇന്ന മഹാന്മാരെ ഞങ്ങൾ വിളിക്കുമ്പോ വദിക്കുറു സ്വാലിഹീന കഫാറ എന്ന് മുത്തുനബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുമ്പോൾ ദോഷങ്ങൾ പൊറുക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെ സർവ്വ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. നല്ല നിയ്യത്തോടെ, നല്ല ഇഖ്ലാസോടുകൂടെ മഹാന്മാരെ വിളിക്കുക. അവരെ വിളിക്കുന്ന സമയത്ത് ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെ ഖൽബ് കൊണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ എടുക്കും കൂടെ ചെയ്യുക. ഹബീബായ റസൂലുള്ള പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. 3 കാര്യങ്ങൾ. ഇഹ്ഫദ് ലിസാനക, നാവ് സൂക്ഷിച്ചോ. ഈ നാവ്, എല്ലില്ലാത്ത ഈ അവയവം, പാമ്പിനെ പോലെ കളിക്കുന്ന ഈ അവയവം, അത് വല്ലാത്ത വിഷമാണ്. പാമ്പിന്റെ വിഷമേൽക്കുന്നതിനേക്കാൾ ഈ നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവ് അത് ശക്തിയാണ് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം, അല്ലേ? നാവ് കൊണ്ട് ഒരാളെ നമ്മൾ വേദനിപ്പിച്ചാൽ അത് കാലാകാല അയാളെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഒരു കത്തി കൊണ്ട് മുറിവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് അത് മാറും. പക്ഷെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ, പറയാൻ പറ്റാത്ത ആളുകളോട് പറയാൻ പറ്റാത്തത് പറഞ്ഞാൽ അതവിടെ അങ്ങനെ കിടക്കുന്നുണ്ടാകും. അതങ്ങനെ കിടക്കും. അത് അവരുമായി പൊരുത്തപ്പെടിപ്പിക്കാതെ അള്ള പോലും ആ കാര്യം ഏറ്റെടുത്ത് പരിഹരിച്ചു തരൂലെന്നാ. ആലോചിച്ച് നോക്ക്, എത്ര ഗൗരവമാണ്. അപ്പൊ നാവിനെ നല്ലതുപോലെ സൂക്ഷിക്കണം. നാവിനെ നല്ലതുപോലെ നീ സൂക്ഷിക്കണം. നമ്മളെല്ലാവരും സൂക്ഷിക്കണം. അള്ളാഹു നമ്മുടെ നാവിനൊക്കെ അള്ളാഹു നല്ല അസറ് തരട്ടെ. നല്ലൊരു തങ്ങളുകുട്ടിയാണ്, ബീവിക്കുട്ടിയാണ്. അള്ളാഹു വരെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ള പറയാണ്, വഹ്ബിസ് നഫ്സക, നിന്റെ ശരീരത്തിന് പലതും തോന്നും, പല ചിന്തകളും പല വികാരങ്ങളും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പൊ നീ എന്ത് ചെയ്യണം? വഹ്ബിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ അറസ്റ്റ് ചെയ്യണം. വബ്കി അലാ ഖത്തിയതിക, മൂന്നാമത് റസൂലുള്ള പറയാണ്, ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ച് കരയണം. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. എന്താ പറഞ്ഞത്? വഹ്ബിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ പിടിച്ചു നിർത്തണം. വബ്കി അലാ ഖത്തിയതിക, ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം കൊണ്ട് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ കരയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. അള്ളാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഇപ്പൊ ഒരു കമന്റ്, ഒരു വാട്സപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുക. എന്താണ്? കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ, ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ആ കുട്ടി വീട്ടിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. എന്താ സംഭവം?
ലഹരി ഉപയോഗിക്കുന്ന അതിദാരുണമായ സാഹചര്യം ഒന്നാലോചിച്ച് നോക്ക്. അള്ളാഹു നന്നാക്കട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. മുഅ്മിനീങ്ങളെ, കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ വേണം കല്യാണം കഴിച്ചു കൊടുക്കാൻ. ഒരാണിന്റെ കോലുണ്ടായാൽ പോരാ, അല്ലെങ്കിൽ കേവലം ഒരു പെണ്ണിന്റെ കോലമുണ്ടായാൽ പോരാ. ആ ആണിൽ അള്ളാന്റെ ദീനി എത്ര മാത്രം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കണം. ഒരു പെണ്ണിൽ ദീനീ ബോധം എത്ര കണ്ടുണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അതില്ലാത്ത കല്യാണം മോനെ നഷ്ടമാണ്. ദുനിയാവിൽ മാത്രമല്ല നാളെ ആഖിറത്തിലും അവർക്ക് പരാജയം തന്നെ. നല്ലതുപോലെ ആലോചിച്ച് കല്യാണം കഴിപ്പിച്ചു വിടണം. റസൂലുള്ളാഹി പറഞ്ഞത് വെറുതെ അല്ല. തുങ്കഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾ നോക്കാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, തുങ്കഹുൽ മർഅതു ലി അർബഇൻ, 4 വിഷയങ്ങൾ കണ്ട് പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, തുങ്കഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾ കൊണ്ട് പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കാറുണ്ട്. ഒന്ന് ഏതാലി മാലിഹ, ഒന്ന് സമ്പത്ത് കണ്ടിട്ടാണ്. നല്ല സമ്പത്തുള്ള പെണ്ണാണെങ്കിൽ കെട്ടാ നല്ല ഉഷാറാണ്. വലിനസബിഹ, തറവാടിന്റെ മഹിമ കണ്ട് കെട്ടുന്ന ആളുകളുണ്ട്. വലി ജമാലിഹ, പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. 4ാമത്തെ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ, വലിദീനിഹ, ദീനുണ്ടോ എന്ന് നോക്കിയിട്ടും കല്യാണം കഴിക്കുന്നവരുണ്ട്. ഇതിൽ നമ്മളേതാ നോക്കാറ്? നമ്മളെന്താ നോക്കാറ്? ഒന്ന് ആലോചിച്ച് നോക്കാം. ചെറുക്കന് പെണ്ണ് ഭംഗി വേണം അല്ലേ? ചെറുക്കന്റെ അമ്മക്ക് പെണ്ണ് നല്ല ജോലിയൊക്കെ എടുക്കണം. ചെറുക്കന്റെ വാപ്പാക്ക് പെണ്ണ് നല്ല മുതലുള്ളോടത്തെ ആകണം. ദീനുണ്ടോ? ഇവള് മദർസയുടെ തിണ്ണ ചവിട്ടിക്കണോ? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തറിഞ്ഞാ മതി. ചൊർക്കുണ്ടോ, സമ്പത്തുണ്ടോ, വീട്ടില് ബെൻസ് കാറുണ്ടോ, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടോ, തേയിലത്തോട്ടുണ്ടോ, ഇതൊക്കെ അറിഞ്ഞാൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? കുട്ടികളെ കെട്ടിച്ചു കൊടുത്താൽ മതി. ദീനുണ്ടോന്ന് നോക്കരുതേ. അതുപോലെ ഒരു ചെറുക്കനെ തെരഞ്ഞെടുക്കുമ്പോ സർക്കാർ ജോലിക്ക് മോശം ഉണ്ടായിട്ടല്ല പറയുന്നത്. നമ്മൾ അത് മാത്രം ലക്ഷ്യം വെച്ചിട്ട് വിവാഹാലോചന അല്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് മരണപ്പെട്ടത് അല്ലേ? തൂങ്ങി മരണപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ആകെ ചർച്ച ചെയ്താ. അള്ളാഹു നമ്മളെ മക്കളൊക്കെ കാക്കട്ടെ. നമ്മൾ അങ്ങനെ മാത്രം നോക്കി കല്യാണം കഴിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീനുണ്ടോ നോക്കണം. ദീന് നോക്കി പിടിച്ചോ. അല്ലെങ്കിൽ നിന്റെ കൈകൾക്ക് അത് ദോഷം ചെയ്യും. നിന്റെ കൈയിന് വല്ലാത്ത പണി കിട്ടും. കല്യാണം ആലോചിക്കുമ്പോ എന്റെ കുട്ടി പെര കവിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരാൾ വരുമ്പോ ഇറക്കി വിടാൻ നിൽക്കണ്ട. 100 വട്ടം ആലോചിച്ചോ. ആ കുട്ടി അവിടെ ഇറങ്ങാറാകുമ്പോ അതിൽ കൂടുതൽ ഇടങ്ങാറാകാരാ അതിന്റെ വാപ്പയും ഉമ്മയാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഇടങ്ങാറാകാൻ നിന്റെ വാപ്പയും ഉമ്മയുമാണ്. ഇത് നമ്മൾ എത്ര വയത് കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് പെണ്ണ് വെച്ചാൽ നല്ലൊരു ജോലിയുണ്ട്. പിന്നെ വേറൊന്നും വേണ്ട. ഓൻ കള്ളു പിടിച്ചാലും പ്രശ്നമല്ല, പെണ്ണ് പിടിക്കാൻ പോയാലും പ്രശ്നമല്ല. ഒരു വിഷയം നമുക്കില്ല. കാണാൻ ഭംഗിയുണ്ടോ, സമ്പത്തുണ്ടോ, അങ്ങനെ നോക്കുന്നവർക്ക് നോക്കാം. റസൂലുള്ളാഹി പറഞ്ഞെന്താ? എന്റെ കയ്യിനത് വല്ലാതെ ദോഷം ചെയ്യും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എല്ലാ ദമ്പതികളെയും അള്ളാഹു നന്നാക്കട്ടെ. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത സംഭവമാണ്. കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് തരണം ചെയ്യണമെന്നാണ് നമ്മൾ വിജയിക്കുന്നത്. അതിനെ മറികടക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. മനുഷ്യനാണ്. വിചാരങ്ങൾക്കൊക്കെ അടിമയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പല സമയങ്ങളിൽ പല ചിന്തകളും പല തോന്നലുകളും നമ്മുടെ മനസ്സിൽ വരും. അതിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും ഉണ്ടാകും. പരമാവധി നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്തുക, മനസ്സിനെ പിടിച്ചു നിർത്തുക. അതിന് പറ്റിയ നിലക്കുള്ള ജീവിതം നമ്മൾ കൊണ്ടുവരിക. അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നല്ല ബുദ്ധി അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാ അള്ളാഹ്. നമ്മുടെ മക്കൾ ഇടങ്ങാറാകുന്നത് കാണാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതിനെന്ത് വേണം? നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നല്ല നിലക്കുള്ള ബന്ധങ്ങളിലേക്കുള്ള വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ സയ്യിദ് വലിയുള്ളാന്റെ തവസ്സുൽ ബൈത്താണ്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്.
പള്ളിപ്പടിപ്പാപ്പാന്റെ തവസൽ ബൈത്ത് ചൊല്ലിയിട്ട് സി എം വലിയുള്ളാന്റെ തവസൽ ബൈത്ത് ചൊല്ലും. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് കണ്ണിനു കണ്ണ വലിയോരേ കാതിൽ സുഖമൊഴുകും പേരേ കൽബിൽ കുളിർമ പൊൻപൂവേ പള്ളിപ്പടി വലി റളിയല്ലാഹ് പള്ളിപ്പടിയിൽ മറഞ്ഞോരേ ഫളുകളുടയമാനോരേ പാരിനുടയവനേകൻ തന്നെ ഇഷ്ടക്കനിയാം പൂമാനേ നാടിൻ ഇസ്സത്തായവരേ ഇഷ്ടിൽ വഴി ചേർന്നുള്ളവരേ ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മാനിധിയേ ദുനിയാവെന്ന മരീചികതൻ മായിക വിട്ട് നടന്നോരേ സൂക്കിൻ ചെളി വെള്ളക്കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് പള്ളിപ്പടി വലി റളിയല്ലാഹ് പൊന്നുരുന്നിക്കൊരു പൊൻകനിയായി ഞങ്ങളിൽ ആശ്രിതവത്സരരായി ജല്ല ജലാലുടെ ഹുബ്ബോരായി പള്ളിപ്പടി വലി റളിയല്ലാഹ് മുല്ലമലർ ഹാരച്ചമയം പട്ടുവിരിച്ചൊരു പൊൻസുവനം കണ്ണിനു പൊൻകനിയാസവിധം പള്ളിപ്പടി വലി റളിയല്ലാഹ് അല്ലാഹ് പള്ളിപ്പടി ഇരവിതു പാടും ഞടുങ്ങളിലായി തരമതുപോലെ സുബർഗത്തെ അമ്പിയ രാജര ചാരത്തായി അല്ലാ വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാ വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബി സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് പള്ളിപ്പടി സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ ഏറ്റെടുക്കണേ അല്ലാ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ സി എം വലിയുള്ളാഹിന്റെ തവസ്സുൽ ബൈത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലനാ ലാ ലനാ റബ്ബുൻ സിവാഹു ഇന്നഹുൽ ബർറുൽ അലീ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് കമ്മരീലിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദഊർ വലി കുല്ല ഇഫ്രീതി വ ശൈത്വാനി വ ജിന്നിൻ മാരിദി അദീബ വനജ്നായ കുതുബനാ മടവൂർ വലി കുതുബനാ മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുഹമ്മദു റസൂലുള്ളാഹ് സ്വീകരിക്കണേ റഹ്മാനെ കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ പൂമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ ജീവിതത്തിൽ ചൊല്ലി നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്താണ് സ്വലാത്തുൻ നൂർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. സ്വലാത്തുൻ നൂർ നല്ല മനസ്സറിഞ്ഞ് മദീനയിലേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ മഹദിയായ ആയിഷ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മദദ് ഞങ്ങളെ സദസ്സിൽ നൽകണേ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ നല്ല നിയ്യത്തോടെ നല്ല തഖ്വയോടുകൂടെ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലി നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്താണ്. ഫാത്തിമ ബീവിയുടെ ആളുകളാണ് അനുയായികളാണ് ഇതിലെ ഓരോ ഉമ്മമാരും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഫാത്തിമ ബീവിയുടെ മദദ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ,
അള്ളാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. റസൂലുള്ളാഹിന്റെ പൂമോളാണ്, അലിയാര് തങ്ങളുടെ ഭാര്യയുമാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ പ്രിയപ്പെട്ട മാതാവുമാണ്. അല്ലേ? ലോകത്തുള്ള സർവമാന സ്ത്രീകളുടെയും നേതൃത്വമാണ്. സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവിന്റെ മോളാണ് ഫാത്തിമ. അല്ലാഹുവേ അവരുടെ മദദ് നൽകണേ അല്ലാ, അവരുടെ നസ്ർ നൽകണേ അല്ലാ. ദീൻ എങ്ങനെയാണ് എന്ന് ഫാത്തിമ ബീബി കാണിച്ചു തന്നിട്ടുണ്ടല്ലേ? മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ. മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ. തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി, താരങ്ങൾ പോത്തപ്പോൾ ചിരി തൂകും സുന്ദരി. അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. മന്നാന്റെ സ്വർഗ പൂവനത്തിലെ റാണി ഫാത്തിമ, മന്നാന്റെ സ്വർഗ പൂവനത്തിലെ റാണി ഫാത്തിമ. മതിലെങ്കും തങ്ക തിങ്കൾ ശോഭയേറും ഫാത്തിമ. അജബേറും ആൻമിഴി അതബേറും തേൻമൊഴി, അഹദായ റബ്ബിലായി ദിക്റേകുമൊത്തിരി. അതാണ് ഫാത്തിമ ബീബി. അതാണ് മഹദിയായ ഫാത്തിമ ബീബി. നല്ല അതബിലായി അച്ചടക്കത്തിലായി വളർന്ന മോളാണ്. നോക്കുങ്ങള്, റസൂലുള്ള എല്ലാം പഠിപ്പിച്ചു കൊടുത്ത മോളാണ്. റസൂലുള്ളാഹിന്റെ രൂപസാദൃശ്യമുള്ള മോളാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് നോക്കിയാൽ ആരെ ഓർമ്മ വരിക? റസൂലുള്ളാഹിനെ അങ്ങനെ ഓർമ്മ വരും. അത്രത്തോളം രൂപസാദൃശ്യത ഫാത്തിമ ബീവിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ഫാത്തിമ ബീവിക്കുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. അള്ളാഹു അവിടുത്തെ കാവല് നമുക്ക് നൽകട്ടെ. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. ജന്നത്തുൽ ബഖീയിൽ അന്തി ഉറങ്ങുകയാണ് ഫാത്തിമ ബീവി. ജന്നത്തുൽ ബഖീയിൽ അന്തി ഉറങ്ങുകയാണ് മഹദിയായ ഫാത്തിമ ബീവി. നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആളുകൾക്ക് അവിടെ കിടക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. നമ്മളെ ത്വാഹിറ ഉമ്മ മദീനയിൽ മരണപ്പെട്ട് ഫാത്തിമ ബീവി അന്തി ഉറങ്ങുന്ന ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്യണമെന്ന അവരാഗ്രഹം. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവസാനം മരണം അള്ളാഹ് ഞങ്ങളെല്ലാവരെയും മദീനയിലാക്കണേ അല്ലാ. ഫാത്തിമ ബീവി അന്തി ഉറങ്ങുന്ന അള്ളാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അന്തി ഉറങ്ങുന്ന ജന്നാത്തുൽ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ജന്നത്തുൽ ബഖീൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയാണ്. ഇതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പേരിൽ 33 സ്വലാത്തുൻ നൂർ നിങ്ങളെല്ലാവരും ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. اللهم صل على النور واهله. 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 اللهم
صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് കാണിക്കണേ അല്ലാഹ് ചൊല്ല് മുഅ്മിനീങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله സ്വീകരിക്കണേ റഹ്മാനേ കബൂലാക്കണേ അല്ലാഹ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം മനതലങ്ങളിൽ വേണം ഉമ്മമാരെ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് മനതലങ്ങളിൽ വേണം ഉമ്മമാരെ അതിൻ്റെ അടയാളമായി സ്വലാത്ത് ജീവിതത്തിൽ നമ്മളൊക്കെ വർദ്ധിപ്പിക്കണം അല്ലാഹുവേ റസൂലുള്ളാഹിന്റെ കാവല് നൽകണേ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദദ് നൽകണേ അല്ലാഹ് റസൂലുള്ളാഹിന്റെ നസ്ർ നൽകണേ അല്ലാഹ് റസൂലുള്ളാഹിന്റെ നദർ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ് സ്വഹാബത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്കാകൂല നമ്മുടെ കയ്യിലുള്ളത് ആകെ സ്വലാത്താണ് ഉമ്മമാരെ ആകെ നമ്മുടെ കയ്യിൽ രക്ഷപ്പെടാനുള്ള മാർഗം സ്വലാത്താണ് ആ സ്വലാത്ത് ജീവിതത്തിൽ ധാരാളമാക്കണം അല്ലാഹ് റസൂലുള്ളാഹിന്റെ മാസം കടന്നു വരുമ്പോൾ അതിനൊരുങ്ങിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ ഹബീബിലേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹ് സ്വഹാബത്ത് സ്നേഹിച്ചത് എന്തൊരു സ്നേഹമാണ് സർവ്വതും ത്യജിച്ച് റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാണ് ഉഹദിന്റെ പോർക്കളത്തിൽ നബി തങ്ങൾക്ക് നേരെ വന്ന അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി റസൂലുള്ളാഹിനെ പ്രൊട്ടക്ട് ചെയ്തവരാണ് അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവരെ സ്നേഹം ഞങ്ങൾക്കില്ല അല്ലാഹ് അവര് റസൂലുള്ളാഹിന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ പാപികളായ ഞങ്ങളുടെ അവസ്ഥ എന്തെന്നറിയൂല അല്ലാഹ് അല്ലാഹ് സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിന്റെ ആളായി മാറാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് റസൂലുള്ളാഹിന്റെ അല്ലാഹുവേ കാൽവെള്ളയിൽ മുള്ള് കുത്തുന്നത് പോലും അസഹ്യമായ സ്വഹാബത്ത് അല്ലാഹുവേ പടച്ച റബ്ബേ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഖബർ വിജയിപ്പിക്കണേ അല്ലാഹ് മഹ്ശറിൽ അദാബുകൾ ഉയർത്തണേ അല്ലാഹ് അല്ലാഹ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് നാടുകളിലേക്ക് ദീനീ ദഅവത്തിന് വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞയച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ദഅവത്തിന് വേണ്ടി തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി പോയവരാ ഖുബൈബ് തങ്ങള് മുഅ്മിനീങ്ങളെ പഠിച്ചു വെച്ചോ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി പോയ സമയത്താണ് ശത്രു സൈന്യം മഹാനെ വളയുന്നത് അതാ അവര് ജയിലിൽ കൊണ്ടുപോയി സുബ്ഹാനല്ലാഹ് വെള്ളം കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല പട്ടിണിക്കിടുകയാണ് റസൂലുള്ളാഹ് പറഞ്ഞയച്ചപ്പോ പോയതല്ലേ മനസ്സിലാക്കിക്കോ മുഅ്മിനീങ്ങളെ ശത്രുക്കൾ അതാ ഖുബൈബ് തങ്ങളുടെ സെല്ല് വന്ന് നോക്കുകയാണ് ആ സമയത്തതാ ഖുബൈബ് തങ്ങളാ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള പഴങ്ങൾ ഭക്ഷിക്കുന്നത് കാണുന്നു ആ നാട്ടിലെങ്ങും കണ്ടു പരിചയമില്ലാത്ത നല്ല പഴവർഗ്ഗങ്ങൾ ഖുബൈബ് തങ്ങൾ കഴിക്കുന്നത് ശത്രുക്കൾ കാണുകയാണ് ഖുബൈബേ ആരാടാ നിനക്കിത് കൊണ്ടുവന്ന് തന്നത് ആരാടാ നിനക്ക് ഈ പഴങ്ങൾ കൊണ്ടുവന്നത് ആരാടാ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നത് ഖുബൈബ് തങ്ങൾ ശത്രുക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാ എടാ എനിക്കെന്റെ റബ്ബുണ്ടടാ എടാ നിങ്ങളെ പോലെയല്ല എൻ്റെ റബ്ബ് എല്ലാത്തിനും കഴിവുണ്ട് മോനെ അതുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് തന്നതാണ് മനസ്സിലാക്കി വെച്ചോ മഹാനായ ഖുബൈബ് തങ്ങളെ തൂക്കിലേറ്റുകയാണ് മുഅ്മിനീങ്ങളെ ഖുബൈബ് തങ്ങളെ തൂക്കിലേറ്റുകയാണ് അവസാനമായി ശത്രുക്കള് ഖുബൈബ് തങ്ങളോട് പറയാണ് നീ നിന്റെ നബി ഒന്ന് തള്ളിപ്പറഞ്ഞാ നിന്നെ രക്ഷപ്പെടുത്താം നിന്നെ ഈ തൂക്ക് കയറിൽ നിന്ന് നിന്നെ ഒഴിവാക്കി തരാം എന്ത് ചെയ്യണം ഹബീബിനെ ഒന്ന് തള്ളിപ്പറയണം ഹബീബിനെ ഒന്ന് തള്ളിപ്പറയണം മുഅ്മിനീങ്ങളെ പഠിച്ചു വെച്ചോ ഖുബൈബ് തങ്ങൾ എന്താ പറഞ്ഞത് ഖുബൈബ് തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ എനിക്കൊരു
2 റക്അത്ത് നിസ്കരിക്കണം. അവസാനത്തെ ആഗ്രഹം പറഞ്ഞതാണ് 2 റക്അത്ത് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്, അവരല്ലേ സ്വഹാബത്ത്, അവരല്ലേ അള്ളാന്റെ യഥാർത്ഥ മഹാന്മാർ. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പെട്ടെന്ന് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ശത്രുക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, എന്തേ ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചതെന്നറിയോ? ഞാൻ നിസ്കാരം ദീർഘിപ്പിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഹുബൈബിന് മരിക്കാൻ പേടിയാണ്, ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന് വിചാരിക്കും. അള്ളാന്റെ മാർഗത്തിൽ മരിക്കാൻ ഹുബൈബിന് പേടിയില്ല. അങ്ങനെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനെ ഒന്ന് തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ സ്വഹാബത്ത് പറഞ്ഞത്, റസൂലുള്ളാഹിനെ തള്ളി പറയുക പോയിട്ട് അവിടുത്തെ കാൽ വെള്ളയിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കൂലടോ എന്ന് പറഞ്ഞ് കഴുമരത്തിലേക്ക് കഴുത്ത് കാണിച്ചു കൊടുത്തവരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്. റസൂലുള്ളാഹിനെ കണ്ടവരാണവർ, റസൂലുള്ളാഹിനെ കണ്ട് മനസ്സിലാക്കിയവരാണവർ. അതുകൊണ്ടാണ് ഇത്രയേറെ സ്നേഹം അവരുടെ മനസ്സിലുണ്ടായത്. മഹാനായ റബീഅ തങ്ങളെ പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് റസൂലുള്ളാഹിക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന മഹാനാ. റസൂലുള്ളാഹി തഹജ്ജുദിന് എണീക്കുമ്പോ ചൂടുവെള്ളം കൊണ്ടുവന്ന് കൊടുത്ത മഹാനാണ് മഹാനായ റബീഅ. പാതിരാത്രി സമയമായപ്പോ റബീഅ തങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പോകുന്നില്ല. റബീഅ, നീ വീട്ടിൽ പൊക്കോ, റബീഅ നീ വീട്ടിലേക്ക് പൊക്കോ, റബീഅ. റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയേ, ഞാൻ പോയതിന് ശേഷമാണ് തങ്ങൾക്ക് വല്ല ആവശ്യവും വരുന്നതെങ്കിൽ ആ ഭാഗ്യം എനിക്ക് കിട്ടണ്ടയോ നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുകയാണ്. മരം കോച്ചുന്ന തണുപ്പത്തെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് തഹജ്ജുദിന് എഴുന്നേൽക്കുകയാണ്. ഉമ്മമാരെ, അവിടുത്തെ പുറകിൽ മുഴുവനും ഈന്തൽപ്പന മടലിന്റെ പാടുകൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി അല്ലാഹനെ മറക്കാത്തവരാണ്, അല്ലാഹനെ മറക്കാത്ത നേതാവാണ്. സ്വർഗം ഉറപ്പായിട്ടും ഇബാദത്തിൽ യാതൊരു ഭംഗം വരുത്ത മഹാനാണ് ഹബീബായ മുത്തുനബി തങ്ങള്. സുബ്ഹാനല്ലാഹ്, മരം കോച്ചുന്ന തണുപ്പിൽ റസൂലുള്ളാഹി എഴുന്നേറ്റ് വുളു എടുക്കാൻ ചെല്ലുന്ന സമയത്താണ് റബീഅ തങ്ങൾ ചൂടുവെള്ളവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട്, നബിയെ, തങ്ങൾ ഇത് കൊണ്ട് വുളു ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ അതാ അവിടെ നമ്പരന്ന് പോവുകയാണ്. റബീഅ, നീ വീട്ടിൽ പോയില്ലേ? റബീഅ, നീ വീട്ടിൽ പോയില്ലേ? റബീഅ, നിനക്കെന്താണ് റബീഅ വേണ്ടത്? സൽ റബീഅ, ചോദിക്ക് റബീഅ, നിനക്കെന്താണ് വേണ്ടത്? റബീഅ തങ്ങൾ വലിയ കോടീശ്വരനല്ല, ആഡംബരമുള്ള വീടില്ല, വാഹനമില്ല, വിശാലമായ സമ്പത്തില്ല, ഒന്നുമില്ലാത്ത പാവങ്ങളിൽ പാവമായ പട്ടിണി പാവമായ റബീഅ. വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരുപാട് സമ്പത്ത് ചോദിക്കാമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാൽ കിട്ടാത്തത് വേറെ ആരിൽ നിന്ന് കിട്ടാനാണ് മുഅ്മിനീങ്ങളെ? റബീഅ തങ്ങൾ വീട് ചോദിച്ചില്ല, വാഹനം ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല. മുത്തുനബിയോട് ചോദിച്ചതെന്തെന്നറിയോ? നബി സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കി വെച്ചോ നബിയെ, ഇപ്പൊ തങ്ങളോട് കൂടെ ഞാനുണ്ട്, തങ്ങൾക്ക് വെള്ളം ചൂടാക്കി തരാ, തങ്ങളെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ ഈ ദുനിയാവിൽ ഞാൻ തങ്ങളെ കൂടെയുണ്ട്. ഇതുപോലെ എനിക്ക് നാളെ ആഖിറത്തിലും നാളെ സ്വർഗത്തിലും അങ്ങയോടുകൂടെയുള്ള സഹവാസം വേണം നബിയേ. അവര് ചോദിച്ചതെന്താ? അവര് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സഹവാസമാണ് സ്വർഗത്തില്. അവർ റസൂലുള്ളാഹിനെ അറിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ അവർക്ക് കഴിയുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? സുബ്ഹാനല്ലാഹ്, സമ്പത്ത് ചോദിക്കും, ആഡംബര കാറുകൾ ചോദിക്കും, ആഡംബര വസ്തുക്കൾ ചോദിക്കും. സ്വഹാബത്ത് ചോദിച്ചത് ഹബീബായ തങ്ങളോടുള്ള സഹവാസമാണ്. അതിനെന്ത് വേണം? നീ സുജൂദ് അധികരിപ്പിച്ചോ, സുജൂദിനെ വർദ്ധിപ്പിച്ചോ എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. എന്നാ നിനക്ക് ഞാനത് തരാന്നാ പറഞ്ഞത്. എങ്ങനെ? മുത്തുനബി അല്ലയോ? അല്ലാഹു ആയോ? ഇല്ല, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ടാ തരുന്നത്. ഒക്കെ അള്ളാന്റെ കഴിവേ ഉള്ളൂ. അള്ളാന്റെ കഴിവല്ലാത്തൊരു കഴിവ് ഇവിടെ അല്ല. ഇവിടെ ആർക്ക് എന്തിനു കഴിയുന്നുണ്ടോ? ഒരു ചെറു വിരൽ ഇവിടെ ആരനക്കുന്നുണ്ടോ? അല്ലാഹ് കാരണം, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട്. അതല്ലാതെ ആർക്കും ഒന്നും കഴിയൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിനെ മതി വരുവോളം സ്നേഹിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളെ കുടുംബജീവിതത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കുടുംബജീവിതം അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന്
നമ്മളെ വീട്ടിലെ ഒരു അഹ്സനി ഉസ്താദ്, ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരുപാട് ബാക്കവിമാര്, അഹ്സനിമാര്, സഖാഫിമാരൊക്കെ ശിഷ്യന്മാരായിട്ടുള്ള ആ ഉസ്താദിൻ്റെ ഇരുന്ന് ഒരുപാട് പേര് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ആ ഉസ്താദ് ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഉസ്താദ് വീട്ടിൽ വന്നു. അപ്പം എൻ്റെ ഉസ്താദിനെ വിളിച്ചപ്പോൾ ഉസ്താദ് നാട്ടിലേക്ക് വരുന്ന സമയം ഉസ്താദ് നേരെ വീട്ടിൽ വന്നു. അങ്ങനെ ആ ഉസ്താദുമായിട്ടൊക്കെ സംസാരിച്ചു. അൽഹംദുലില്ലാ, ആ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് മാറിക്കിട്ടണം, ഇനി അത് ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ സലാമത്ത്, കാമിലായ ശിഫാ പടച്ച റബ്ബി മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കൊടുക്കട്ടെ, അല്ലാഹു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. അതുപോലെ അവരെ മോൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, മക്കൾ ഉണ്ടായിട്ടില്ല, മക്കളില്ലാതെ വിഷമത്തിലാണ്. അല്ലാഹു നല്ല മക്കളെ കൊടുക്കട്ടെ, നല്ല മക്കളെ അള്ളാഹു കൊടുത്ത് അള്ളാഹു സന്തോഷം നൽകട്ടെ. അതുപോലെ ഒരു സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ ഉസ്താദ് പറഞ്ഞു. പടച്ച റബ്ബേ, ആ ഉസ്താദ് ആഗ്രഹിച്ച നിലക്ക് ആ കാര്യങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മുടെ പരിപാടിക്ക് ആ ഉസ്താദിനെ നമുക്ക് വിളിക്കണം. അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി. അങ്ങനെ പണ്ഡിതന്മാര് നമ്മളെ സദസ്സ് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ ആലിമീങ്ങളൊക്കെ വാർത്തെടുത്ത പണ്ഡിതന്മാര് നമ്മളെ സദസ്സ് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ വലിയൊരു സന്തോഷം. അള്ളാഹു നമുക്ക് ദുആക്ക് ഉത്തരം നൽകട്ടെ. നമ്മുടെ സദസ്സ് കൊണ്ട് അള്ളാഹു ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ദുന്യവിയായ ഉഖ്റവിയായ ഉപകാരങ്ങൾ നൽകട്ടെ. ആമീൻ പറഞ്ഞോളി. ആമീൻ പറയുന്നതിൽ ആരും ഒരു മടി കാണിക്കണ്ട. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പാണക്കാടുള്ള സാദാത്തീങ്ങൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഹുസൈനാറ്റക്കോയ തങ്ങളെ അനുജന്റെ മോനും അവരെ ഭാര്യ എന്ന് പറയുമ്പോൾ എൻ്റെ മുത്താപ്പാന്റെ മോളാണ്, എൻ്റെ പെങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബജീവിതത്തിലൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ. അവരൊക്കെ ദുആയിൽ ഒരു സ്ഥാനം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം അല്ലേ? എല്ലാവരും തയ്യാറാണല്ലോ? എല്ലാവരും കമന്റിലൊക്കെ അറിയിച്ചു. ഞാൻ പറയുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ പറയുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? കമന്റിൽ എല്ലാവരും ഒക്കെ അറിയിച്ചേ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു ഈമാൻ തരട്ടെ. അള്ളാഹു ഈമാനിന് വർദ്ധനവ് തരട്ടെ. ദുനിയാവ് ആഖിറ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല സ്നേഹത്തോടുകൂടെ നല്ല ഒരുമയോടുകൂടെ ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു നൂറുൽ ഹുദാ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാക്കേണ്ട, ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുക. എല്ലാത്തിലും കയറി ഇടപെട്ട് വഷളാക്കാൻ നിൽക്കേണ്ട. എല്ലാവരും നല്ല സംയമനം പാലിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന നിയ്യത്താക്കിക്കോളി. 5 പ്രാവശ്യം നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും മാറണം. നമ്മൾ നിയ്യത്താക്കിയിട്ട് എൻ്റെ കൂടെ ചൊല്ലണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹക്കമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിഹു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈ
മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വലി യാ അല്ലാഹ് യാ മുതഅലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫുവു യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ് യാ റശീദു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا أحد ചൊല്ലു അൽഹംദുലില്ലാഹ് 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 ثم അൽഹംദുലില്ലാഹ് സ്വീകരിക്കണേ റഹ്മാനെ ഖബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ കൈകൾ ഉയർത്തിപ്പിടിക്കുക അല്ലാഹു യാ അല്ലാഹു ഫർജനാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർഹനാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് മുഅ്മിനീങ്ങളെ രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന പല രോഗങ്ങളുള്ളവർ നമ്മുടെ സദസ്സിലുണ്ട് പല പ്രയാസങ്ങളുള്ളവർ നമ്മുടെ സദസ്സിലുണ്ട് ശാരീരിക പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ പൈശാചികമായ പ്രയാസങ്ങളുള്ളവർ ഞങ്ങളെ സദസ്സിലുണ്ട് മുഅ്മിനീങ്ങളെ നിയ്യത്താക്കിക്കോ രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന അതെല്ലാം നമുക്ക് മാറിക്കിട്ടണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي
അദലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബ് യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ ളാറു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ചൊല്ല് അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനെ കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹ് സകലമാന രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ് ഷാഫിയായ റബ്ബേ കാഫിയായ അല്ലാഹ് മുആഫിയായ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് കാമിലായ സലാമത്ത് നൽകണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇനി മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ് നല്ല നിയത്തോടെ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല് അല്ലാഹ് ഞങ്ങളെ മക്കള് ഞങ്ങളെ പേരമക്കള് ഞങ്ങളെ കൂടപ്പിറപ്പീങ്ങള് അല്ലാഹുവേ പലവിധ ജോലികൾ ചെയ്യുന്നുണ്ട് ഭർത്താക്കന്മാര് ഉപ്പമാര് ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ് ബറക്കത്തുണ്ടാകണമെന്ന് നിയ്യത്ത് വെച്ച് എല്ലാവരും ചൊല്ല് മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിളിക്കുന്നത് പടച്ച റബ്ബിനെയാണ് ഫദ്കുറൂനി അദ്കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിങ്ങളെ ഓർക്കാന്ന് അള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ള പറ്റിക്കുന്ന ആളല്ല അള്ളാനെ ഓർക്കേണ്ടതുപോലെ വിളിക്കേണ്ടതുപോലെ പടച്ച റബ്ബിനെ വിളിച്ചാൽ ഉമ്മമാരെ നമുക്ക് ഉത്തരമുണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അദീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതഅലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ്
യാ റഊഫ് യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ് യാ മുഖ്സിത് യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ ബാരിസ് യാ അല്ലാഹ് യാ റഷീദ് യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ചൊല്ലന്റെ കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു യാ അല്ലാഹു ഫർജിനാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർഹനാ ബിന്നുബാ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാലാമത്തെ അസ്മാഉൽ ഹുസ്ന. മുഅ്മിനീങ്ങളെ നിയ്യത്താക്കിക്കോ. മക്കളുടെ പഠനങ്ങൾ, അവർ പഠിച്ചെടുത്ത വിഷയങ്ങൾ, ആ ജോലിക്ക് തന്നെ ശ്രമിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളെ മക്കളുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തിയുള്ള മക്കളാക്കണേ അല്ലാഹ്. പഠിച്ചത് മുഴുവനും മനപ്പാടത്തിൽ നിൽക്കുന്ന അവസ്ഥ നൽകണേ അല്ലാഹ്. നിയ്യത്താക്കിക്കോ. നാലാമത്തെ അസ്മാഉൽ ഹുസ്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹക്കമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അളീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസ് യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹയ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله
യാ സബൂർ യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبا بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ മക്കളുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്ന. പല ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ എപ്പോഴും വഴക്കാണ്, പ്രശ്നമാണ്, കലുഷിതമാണ് രംഗം. അല്ലാഹുവേ ഒത്തൊരുമ നൽകണേ അല്ലാഹ്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണിച്ചു തരണേ അല്ലാഹ്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ കുടുംബജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ, എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ നിയ്യത്താക്കിക്കോ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണം. എല്ലാവരും നിയ്യത്താക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 ثم
അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, നല്ല തഖ്വയോടെ അദബോടെ അച്ചടക്കത്തോടെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ മജ്ലിസിൽ പങ്കെടുക്കണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധം അത് ദുആ ആണ്. മുഅ്മിനിന്റെ ആയുധം ദുആ ആണ്, വാളല്ല, തോക്കല്ല. മുഅ്മിനീങ്ങളെ, നമുക്കുള്ള ആയുധം ദുആ ആണ്. ആര് നമ്മളെ വേദനിപ്പിച്ചാലും അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്നതിന് പകരം അള്ളാഹിനോട് പറഞ്ഞാ പോരെ നമുക്ക്? അതിനല്ലേ നമ്മുടെ റബ്ബുള്ളത്. നമ്മുടെ റബ്ബ് പരിഹരിച്ചു തരാണ്ടിരിക്കോ? നമ്മളെ വേദനിപ്പിച്ചാൽ അല്ലാഹുവിനോട് പറയണം, നമ്മളെ വിഷമിപ്പിച്ചാൽ അല്ലാഹുവിനോട് പറയണം. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിനോട് പറയണം. അല്ലാഹ് കാര്യങ്ങൾ നോക്കിക്കോളും. അല്ലാഹ് നമ്മളെ പരാജയപ്പെടുത്തൂല, അല്ലാഹ് നമ്മളെ വെറുതെയാക്കൂല. പാതിരാത്രിയിൽ മുഅ്മിനീങ്ങളെ തഹജ്ജുദിന് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അല്ലാഹ് വെറുതെയാക്കൂല. ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ. ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ. പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ, ഓർത്തിട്ടു തന്നെ എപ്പോഴും കരയുന്നതാ. പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതല്ല നമ്മളോടൊരു ഹബ്ബ്. പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ, ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ. വിശ്വാസികൾക്കുള്ള ആയുധം ദുആയെന്ന് തുസ്തിരു മുസ്തഫ നബി തന്നെയും പറയുന്നു. പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ, ചോദിച്ചതപ്പോൾ തന്നിടുന്നതു തന്നെ. അല്ലാത്ത പക്ഷം ആഖിറത്തില് പിന്നെ ഇവ രണ്ടുമല്ലെങ്കിൽ പൊറുക്കല് തന്നെ. നബിതങ്ങളിൽ നിന്നുള്ളതാണിതു പൊന്നെ. പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ അറിയേണ്ടതാ, അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. നോക്ക്, നമ്മൾ ദുആ ചെയ്താൽ ചിലപ്പോൾ ദുനിയാവ് കിട്ടും, ചിലപ്പോൾ ആഖിറത്തിൽ കിട്ടും, ചിലപ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. 3-4 സംഗതി ഉണ്ടാകും. ഇത് 3 നമുക്ക് ഉപകാരമുള്ള കാര്യം തന്നെയാണ് അല്ലേ? നമുക്ക് വേണ്ട ഇപ്പൊ ദുനിയാവിൽ കിട്ടലായിരിക്കും. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ദുനിയാവിൽ കിട്ടലായിരിക്കും. ഇവിടെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും എപ്പോ? ഖബർ കിടക്കുമ്പോ. ഖബർ കിടക്കുമ്പോ നമുക്ക് അത് തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് 10 അദബുകളുണ്ട്. അത് വിശാലമായുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം പിടിക്കും. പറ്റിയ സൗണ്ടും ഇല്ല. അപ്പോ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു അവസരത്തിൽ ആ 10 അദബുകൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട 10 അദബുകൾ അതെന്താന്ന് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രധാനപ്പെട്ട ദിവസങ്ങളിലുള്ള ദുആ, പ്രധാനപ്പെട്ട സമയങ്ങളിലുള്ള ദുആ ഒക്കെയും വലിയ ഇജാബത്തുള്ളതാണ്. ഞാനല്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ഒരു 3 നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും 2 കൈയും ഉയർത്തിപ്പിടിച്ച് വളരെ അതപോടെ അച്ചടക്കത്തോടെ കൂടെ
ഇഖ്ലാസോടെ നമ്മൾ അള്ളാനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ള നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ എല്ലാവരും ആമീൻ പറയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, പലരും പല വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, എല്ലാവരും ഹലാലായ മുറാദുകളും ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണേ അല്ലാ. ഈ സദസ്സിൽ വരുന്ന ഒരാളെ പോലും വെറുതെയാക്കല്ലേ അല്ലാ. വെറും കൈയോടെ മടങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാ. മുഅ്മിനീങ്ങളെ, രണ്ട് കൈയും ഉയർത്തിപ്പിടിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലിം സ്വലാത്തൻ തുർദീക വതുർദീഹി വതർലാ ബിഹാ അന്നാ യാ റഹ്മർ റഹീമീൻ സ്വലാത്തൻ തഹല്ലു ബിഹാ ഉഖ്ദതനാ വതുഫർരിജു ബിഹാ കുർബതനാ വതുജീദു ബിഹാ ഖസ്ലതനാ വതുൻഖിദു ബിഹാ വഹ്ലതനാ വതുഹസ്സിനു ബിഹാ മൗതതനാ وخطرتنا وتنجي بها عن كل شدتنا وكدتنا وعلى آله وصحبه وسلم عدد تقاليب الأيام والسنين والحمد لله رب العالمين. أرحم الراحمين ആയ അടക്കി ഭരിക്കുന്ന ജഗതിയന്താവായ റബ്ബായ അല്ലാഹ്, ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ്സിനെ നീ അല്ലാഹുവേ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, സാധുക്കളാണ്, ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാ. സാഹചര്യങ്ങളിൽ പെട്ടുപോയതാണല്ല, ശൈത്വാനിൻ്റെ കെണിവലയിൽ പെട്ടുപോയി ജീവിതത്തിൽ വന്നുപോയതാണല്ല. മാപ്പ് നൽകണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ. ചെയ്തുപോയ തെറ്റുകൾ ആവർത്തിക്കേണ്ട ഒരു സാഹചര്യം നൽകല്ലേ അല്ല. സകലമാന പാപങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനേ. ഷാഫിയായ കാഫിയായ റബ്ബേ, പലവിധ രോഗങ്ങളുണ്ട്, ശിഫയാക്കണേ അല്ല. ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ല, ട്യൂമർ സുഖപ്പെടുത്തണേ അല്ല. ബ്ലോക്ക്, സ്ട്രോക്ക്, തൈറോയിഡ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഡിസ്ക് സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, വാൾവ് സംബന്ധമായ, ലങ്സ് സംബന്ധമായ, ഡിസ്ക് സംബന്ധമായ സകല രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. കൽപാദം മുതൽ മൂർദാബ് വരെ ശരീരത്തിന്റെ ഏതൊക്കെ അവയവങ്ങളിൽ എന്തൊക്കെ രോഗങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് റബ്ബേ, അതിന്റെ ശിഫ നിന്റെ കയ്യിലാണ് അല്ലാഹുവേ. മരുന്നും മന്ത്രവും ഒക്കെ പേരിന് മാത്രമാണ്. നീ ശിഫ തരാതെ ഇവിടെ ഒരാൾക്കും ശിഫ തരാൻ കഴിയില്ല അല്ലാ. ഞങ്ങൾ കുടിക്കുന്ന മരുന്നുകളിലൊക്കെ അല്ലാഹുവേ ആജിലായ ശിഫ നൽകണേ അല്ലാ, കാമിലായ ശിഫ നൽകണേ അല്ലാ, താമ ശിഫ നൽകണേ അല്ലാ. മാറാ രോഗങ്ങളെ കൊണ്ട്, ജനങ്ങൾ വെറുത്തു പോകുന്ന രോഗങ്ങളെ കൊണ്ട് അല്ലാഹുവേ, ചികിത്സിക്കാൻ കാശില്ലാതെ വരുന്ന നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കിടപ്പ് രോഗികളുണ്ടല്ല, തളർന്നു കിടക്കുന്നവരുണ്ടല്ല അല്ലാഹുവേ. കാലുവേദന വിട്ടുമാറാത്ത, മൈഗ്രീൻ്റെ തലവേദന വിട്ടുമാറാതെ എപ്പോഴും പനിക്കുന്നു എന്ന് പറഞ്ഞവര്, അങ്ങനെ പല വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണേ അല്ലാ. മുത്തായ മുത്ത് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാ. പടച്ച റബ്ബേ, കടങ്ങൾ പെരുകി പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ പലരും വിഷമത്തിലാണ്. നിന്നെ കണ്ടുകൊണ്ട് വാങ്ങിച്ച കടങ്ങളാണ്. എളുപ്പത്തിൽ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ അല്ല. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ അല്ല. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ല. എല്ലാ ബാധ്യതകളും ഭംഗിയായി വീട്ടിയതിനു ശേഷം നല്ല സുന്ദരമായ മരണം നൽകണേ അല്ല. കൊടുക്കാനുള്ളത് കൊടുക്കാൻ, കിട്ടാനുള്ള ഞങ്ങളുടെ കയ്യിലേക്ക് എത്താനുമുള്ള തൗഫീഖ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നൽകണേ അല്ല. മല പോലെ വരുന്ന മുസീബത്ത് മഞ്ഞ് പോലെ ആക്കണേ അല്ല. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല. മോശപ്പെട്ട മരണം നൽകല്ലേ അല്ല. ആര് ഞങ്ങളെ ഒഴിവാക്കിയാൽ, ആര് ഞങ്ങളെ വില കുറച്ച് കണ്ടാലും, ആര് ഞങ്ങളെ പരിഹസിച്ചാലും, കുറ്റപ്പെടുത്തിയാലും, ഒറ്റപ്പെടുത്തിയാലും, തരം താഴ്ത്തിയാലും ഞങ്ങൾക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല റബ്ബേ. നീ ഞങ്ങളെ കൂടെയുണ്ട് അല്ലാ. നിനക്ക് നിരക്കാത്തതൊന്നും ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നില്ല അല്ല. അല്ലാഹുവേ, ഒരു ഉറുമ്പിനെ പോലും മറിഞ്ഞുകൊണ്ട് നോവിച്ചില്ല അല്ല. ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ കൂടെ നീ വേണേ റബ്ബേ. എപ്പോഴും നിന്റെ സാന്നിധ്യം ഞങ്ങളെ കൂടെ നീ നൽകണേ അല്ലാ. നിന്റെ മഹാന്മാരെ സാന്നിധ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ഈ നിർവഹിച്ച അമലുകളുടെ സവാബിന് അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങള്, സജ്ജനങ്ങള്, വിശിഷ്യ നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, ഞങ്ങളെ പലരുടെയും വെല്ലുപ്പമാര് ഖബറിലാണ് റബ്ബേ. വെല്ലുമ്മമാര്, കൂടപ്പറപ്പിങ്ങള്, നാട്ടുകാര്, കൂട്ടുകാര്, ഭാര്യ ഭർത്താക്കന്മാര്, അമ്മാവന്മാർ, അമ്മായിമാര്, എളാപ്പ, മൂത്താപ്പമാർ, കുടുംബത്തിൽപ്പെട്ടവർ, ദുആ കൊണ്ട് കടമപ്പെട്ട പലരും 6 അടി മണ്ണിൽ അന്തി ഉറങ്ങുകയാണ് അല്ലാ. ഈ മജ്ലിസിന്റെ സവാബ് അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ സമയം ആമീൻ പറയുന്നവരുടെ ആരൊക്കെ മരണപ്പെട്ട ഖബറിലുണ്ടോ അവർക്ക് ഈ സമയം കാണിക്കണേ അല്ലാ. ഞങ്ങളെ അമലുകൾ കാണിക്കണേ അല്ലാ. ഞങ്ങളെ അമലുകൾ കാണിക്കണേ അല്ലാ. ഞങ്ങളെ അമലുകൾ അവരെ ഖബറിലേക്ക് നീ കാണിക്കണേ അല്ലാ. അല്ലാ, അവര് നല്ല സന്തോഷത്തോടുകൂടെ ഖബറിൽ കഴിയുന്നത് മനാമിലൂടെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ഖബറാളികൾക്ക് ഒരു ബുദ്ധിമുട്ടും നൽകല്ലേ അല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ മാപ്പാക്കണേ അല്ലാ. നന്മകൾ വലിയ
വലിയ സമാധാനമാക്കി കാണിച്ചു കൊടുക്കണേ അല്ലാ. മാനസിക ശാരീരിക പൈശാചിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാ. വാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ. മാട്ടുമാരണം ചെയ്ത് നടക്കുന്ന സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. മാക്രീങ്ങളെ മക്കളിൽ നിന്ന് കാക്കണേ അല്ലാ. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാ. കണ്ണേറ് അല്ലാഹുവേ അത് സിഹറിനേക്കാൾ മാരകമാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാ. അൽ ഐനു ഹഖ് അല്ലാഹുവേ കണ്ണേറ് സത്യമാണ്. അല്ലാഹുവേ ആ കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. നിന്റെ മജ്ലിസുകൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ നല്ല ഉഷാറ് നൽകണേ അല്ലാ. ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കൊക്കെ സമാധാനം കൊടുക്കണേ അല്ലാ. യതീഖാനയിലേക്ക് സംഭാവനകൾ അയച്ചവർക്കൊക്കെ നീ ഖൈറ് കൊടുക്കണേ അല്ലാ. യതീമാക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്ക് അല്ലാഹുവേ അവർക്ക് കടി വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്ക് സഹായിക്കുന്നവർ ഞങ്ങളുമായി സഹകരിക്കുന്നവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളടുത്ത് വന്ന ഒരാൾ വെറും കൈയോട് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം നൽകണേ അല്ലാ. എൻ്റെ വീട്ടിൽ വരുന്നവരുണ്ട്, പ്രത്യേകിച്ച് ഇന്ന് വന്ന അഹ്സനി ഉസ്താദ് അല്ലാഹു അവരുടെ ഭാര്യയുടെ വിഷയം പറഞ്ഞ് അല്ലാ ഭാര്യയോട് വല്ലാത്ത സ്നേഹമുള്ള ഒരു ഉസ്താദ് അല്ലാഹുവേ പടച്ചറബേ ഭാര്യയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഉസ്താദിന്റെ മുഖത്ത് ആ ഭാര്യയോടുള്ള സ്നേഹം ഇങ്ങനെ പ്രകടമാകുകയാണ് റബ്ബേ. അല്ലാഹുവേ ആ ഭാര്യക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ആ ഭാര്യക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും വലിയ സ്നേഹം നൽകണേ അല്ലാ. ഒത്തൊരുമ നൽകണേ അല്ലാ. പലരും കുടുംബം നോക്കാതെ താന്തോന്നികളായി നടക്കുകയാണല്ലാ. കുടുംബത്തിന് ചെലവ് കൊടുക്കാതെ ഭാര്യ മക്കളെ നോക്കാതെ കള്ളു കുടിച്ച് വ്യഭിചരിച്ച് തോന്നിയതുപോലെ തോന്നിവാസത്തിലൂടെ നടക്കുകയാണല്ലാ. നന്നാക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ നന്നാക്കണേ അല്ലാ. നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. വ്യഭിചാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ, കള്ളുകുടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കുടുംബം അല്ലാഹുവേ എന്ന ചിന്ത ഞങ്ങളെ മനസ്സിലേക്ക് ഇട്ടു തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ് ആഫിയത്തോടുകൂടെ നൽകണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ മക്കളുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. നല്ലതുപോലെ പഠിക്കാനും ഉയരങ്ങളിലെത്താനും ഞങ്ങളെ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ പഠനത്തിൽ നിന്ന് പുറകോട്ടടിക്കുന്ന ഒരവസ്ഥ ഞങ്ങളെ മക്കൾക്ക് നൽകല്ലേ അല്ലാ. മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ നല്ല നിലക്ക് പഠിക്കാനും നല്ല ഉയർച്ചയിലെത്താനും ഞങ്ങളെ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഉയർത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഉയർത്തണേ അല്ലാ. ഞങ്ങളെ മക്കൾ പരാജയപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയൂല അല്ലാ. അവരുടെ പഠനങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പല മക്കളും പഠിച്ച് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച ജോലി തന്നെ അവരിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്നൊക്കെ പലരും വിദേശത്ത് പോയി പ്രവാസ ജീവിതം നയിക്കുന്നവരുണ്ട്. പ്രവാസ ജീവിതത്തിലെ പ്രയാസങ്ങൾ എടുത്ത് മാറ്റണേ അല്ലാ. അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാ നാടും വീടും വീട്ടുകാരെയും കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് അല്ലാഹുവേ അല്ലാ അവരെ കൂടെ നിൽക്കുന്നത് വലിയ സന്തോഷമാണ്. പക്ഷേ കുടുംബത്തെ നോക്കണം, അവർ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാ അൽതാഫിനെ പോലെയുള്ള മക്കൾ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. പ്രവാസികളായ സുഹൃത്തുക്കൾക്കൊക്കെ സമാധാനം കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നമ്മുടെ മജ്ലിസിൽപ്പെട്ട അല്ലാഹുവേ ചാവക്കാടുള്ള പ്രിയപ്പെട്ട ഉപ്പ ഉസ്മാനിക്ക അല്ലാഹുവേ വിദേശത്ത് അവിടെ ബ്ലോക്ക് വന്ന് പ്രയാസത്തിലാണ് റബ്ബേ. കാമിലായ ശിഫാ നൽകണേ അല്ലാ. കാമിലായ ശിഫാ നൽകണേ അല്ലാ. അങ്ങനെ മജ്ലിസിൽ ആരൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ പറഞ്ഞ് വിളിച്ചറിയിച്ചിട്ടുണ്ടോ അല്ലാഹുവേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്. ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് റബ്ബേ. ഒരുപാട് ആളുകൾ വിഷമങ്ങൾ പറയാറുണ്ട് അല്ലാ. അല്ലാ എല്ലാവർക്കും സമാധാനം, സന്തോഷം, ഖൈർ, റാഹത്ത്, ഇസ്സത്ത്, സലാമത്ത് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെ ഖബറാളികൾ എൻ്റെ പ്രിയപ്പെട്ട വല്ലുപ്പ സീദിക്കോയ തങ്ങള്, ചെറുകുഞ്ഞിക്കോയ തങ്ങള്, ഐദറൂസി കബീലുള്ള ഉപ്പാപ്പമാര് അല്ലാഹുവേ, അതുപോലെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും, ഉമ്മയുടെ ഉപ്പ അങ്ങനെ പലരും മരണപ്പെട്ട ഖബറിലുണ്ട്. ഉമ്മയുടെ മൂത്ത ജ്യേഷ്ഠൻ ഉൾപ്പെടെ പലരും ഖബറിലാണ് അല്ലാ. അവരെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചം നീ കാണിക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളെ പ്രാസ്ഥാനിക കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരുണ്ട് അല്ലാഹുവേ. പണ്ഡിതന്മാര്, ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളിൽ നിന്നൊക്കെ പലരും മരണപ്പെട്ട ഖബറിലുണ്ട് അല്ലാഹ്. ഈ മജ്ലിസിന്റെ വെളിച്ചം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം സ്വർഗീയ ആരാമങ്ങളെ കൊണ്ട്, അനുഭൂതികളെ കൊണ്ട് ഞങ്ങളെ ഖബറാളികൾക്ക് ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ.
നിങ്ങൾ ഒരാളെയും വെറുതെയാക്കല്ലേ അല്ലാ. അല്ലാ, ഒരുപാട് പ്രശസ്തരായ പ്രഗത്ഭരായ ദീനി പണ്ഡിതന്മാരെ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലാ, PMS തങ്ങൾ വടുതല അല്ലാഹുവേ പ്രഗത്ഭനായ പണ്ഡിതനാണല്ലാ, വലിയ സയ്യിദാണല്ലാ. അവരെ ദുആയിൽ എപ്പോഴും ഞങ്ങൾക്കൊരു സ്ഥാനം നൽകണേ അല്ലാ. അവരുടെ പ്രിയപ്പെട്ട പത്നി, അതുപോലെ പാണക്കാട് സാദാതീങ്ങൾ, അല്ലാഹുവേ പടച്ചറബേ OMS സാദാതീങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട പല സയ്യിദന്മാരും ഞങ്ങളെ സദസ്സ് കാണുന്നുണ്ട്. പണ്ഡിതന്മാര്, ആലിമീങ്ങൾ, ഒരൊറ്റ തഹജ്ജുദ് പോലും മുടക്കാത്ത ഉമ്മമാര്, ഒരു റക്അത്ത് അല്ലാഹുവേ നിസ്കാരം ഖളാ ആക്കാത്ത ഉമ്മമാര് സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ദുആക്ക് ആമീൻ പറയുന്നുണ്ട്. എല്ലാവരുടെ ദുആവും നീ ഏറ്റെടുക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ വീടുകളിൽ നിന്ന് ഞങ്ങളെ മക്കളെ കെട്ടിച്ചയച്ച് അവർ അന്യ വീടുകളിലാണ് റഹ്മാനെ, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. മാനസികമായ സന്തോഷം, ശാരീരികമായ സന്തോഷം, സാമ്പത്തികമായ സന്തോഷം ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. അവർ പ്രയാസപ്പെടുന്നത്, അവരിടങ്ങേറാകുന്നത് ഞങ്ങൾ സഹിക്കാൻ പോലും കഴിയാത്തതാണ്. അല്ലാഹുവേ നല്ല സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പെങ്ങന്മാർ, അവരെ മക്കൾ എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അളിയന്മാര് അല്ലാഹുവേ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഞങ്ങളെ ഉസ്താദുമാര് അല്ലാഹുവേ എത്ര പറഞ്ഞാലാ അല്ലാഹുവേ അവരെ മഹത്വം തീരുന്നത്, ആര് പറഞ്ഞാലാ അവരെ മഹത്വം തീരുന്നത്. അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അവരെ ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ കുടുംബ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് നൽകണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാ, നീ ഞങ്ങൾക്ക് തന്നതിലും തരാനുള്ളതിലും ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ മറ്റൊരുത്തനെ ചതിക്കേണ്ട ഒരു ഗതികേട് നൽകല്ലേ അല്ലാ. മറ്റൊരുത്തനെ പറ്റിക്കുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ മർളിയായ സിയാറത്തിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാ, ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുന്നാര ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം മനാമിൽ കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. കുഞ്ഞിപ്പാത്തു ചാവക്കാട് തിരുവാത്രയിൽ നിന്ന് ഉമ്മ 2000 രൂപ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1000 ഇത്തിഖാനയിലേക്കും 1000 റബീഉൽ അവ്വൽ മജ്ലിസിലേക്കും അയച്ചതാണ്. അത് കിട്ടിയെന്ന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അതുപോലെ ഫാത്തിഹ അല്ലേ, പള്ളിപ്പടിപ്പാപ്പാൻ്റെ പേരിൽ നമ്മൾ ഓതിയ ഫാത്തിഹയുടെ എണ്ണം ഈ ആഴ്ചയിൽ പള്ളിപ്പടിപ്പാപ്പാൻ്റെ പേരിൽ ഓതിയ ഫാത്തിഹയുടെ എണ്ണം 72,178. ഫാത്തിഹ നൂറുൽ ഹുദ കുടുംബം ഓതിയിട്ടുണ്ട്. 830 യാസീൻ അൽഹംദുലില്ലാഹ് ഓതിയിട്ടുണ്ട്. 86,613 തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. 46,815 ഇഖ്ലാസ് ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10 100 1000 10,000 ലക്ഷം 5,43,495. അത് അത്ഭുതമാണല്ലോ. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. കാരണം നമ്മൾ ഇങ്ങനെ ഇടക്ക് വെച്ച് ദുആ ചെയ്യുന്നതിൽ ഇത്ര വരാറില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെയല്ലേ. 10 100 1000 10,000 ലക്ഷം 5,43,495 സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. സ്വലാത്തുകൾ ധാരാളം ജീവിതത്തിൽ ചൊല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഒരു മടി അത് നമുക്ക് അല്ലാഹു തരാതിരിക്കട്ടെ. സ്വലാത്ത് ധാരാളം ചൊല്ലാൻ അല്ലാഹു തരട്ടെ. അൽഹംദുലില്ലാഹ്, റബീഉൽ അവ്വൽ 27 നമ്മുടെ പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ മജ്ലിസിൽ നടത്തും. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഉന്നതമായ റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്ന ഒരു മജ്ലിസ് സംഘടിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.